നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു വിശിഷ്ട അതിഥിയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഞങ്ങളുടെ വീട്ടിലെത്തിയ ഒരു വാനരനാണിത്. കാട്ടിലെ ആവാസ വ്യവസ്ഥയിൽ നിന്നോ ഭക്ഷണം കിട്ടാതെയോ എങ്ങനെയോ അലഞ്ഞു തിരിഞ്ഞ് നമ്മുടെ നാട്ടുമ്പുറത്തെത്തിയതാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ പട്ടിയും കാക്കകളും എല്ലാം കൂടി ഇട്ട് അതിനെ ഓടിച്ച് അതാകെ വിഷമിച്ച് ഭക്ഷണവും കിട്ടാതെ തളർന്ന് വളരെ പരവശനായിട്ടിരിക്കുക പാവം. ചുണ്ടക്കയൊക്കെ തിന്നുമായിരുന്നു കുറച്ച്. നമ്മുടെ ആ ചുണ്ടയെന്നതേ കണ്ടില്ലേ, ചുണ്ടയ്ക്ക പറിച്ച് തിന്നുക. അതിൻ്റെ വിശപ്പപ്പം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഭക്ഷണവും കിട്ടാതെ അത് അലഞ്ഞു വന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം ഞാൻ തണ്ണിമത്തൻ അതിൻ്റെ കയ്യിലോട്ട് നീട്ടിയപ്പോഴത്തേക്കിന് അത് ഓടി വന്ന് ഭയങ്കര സ്നേഹത്തോടു കൂടി എൻ്റെ നിന്ന് മേടിച്ചതേ. ഇതൊരു വന്യജീവിയാണ്. അപ്പോൾ ഈ വന്യജീവികൾ എപ്പോഴും വേണമെങ്കിലും ഇപ്പം മയിലോ അല്ലെങ്കിൽ വേഴാമ്പലോ കുരങ്ങനോ പന്നിയോ ഒക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തെത്താം ഏത് സമയത്തും. കാരണം ഇപ്പം കാട്ടിലെ ചൂടും വെള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഭക്ഷണം കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ടാവും ഒരു പക്ഷേ ഇതിങ്ങനെ വരുന്നത്. ഒരു കാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇല്ലില്ല. ഇപ്പം നമ്മുടെ ഈ ചുറ്റളവിൽ ഇപ്പോൾ ചങ്ങനാശ്ശേരിയുടെ ചുറ്റളവിൽ ഒരു 10-50 കിലോമീറ്റർ ചുറ്റളവിലൊന്നും വനമില്ല. അപ്പോൾ ഇതൊക്കെ ചില സമയത്ത് ഈ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് വരുന്ന ലോറികളൊക്കെ ഒരിടത്ത് നിർത്തിയിടുമ്പോഴേ അതിൻ്റെ മുകളിൽ കയറിയിരിക്കും. അങ്ങനെ ലോറി വിട്ടു വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇങ്ങനെ വന്ന് മറ്റ് പല സ്ഥലങ്ങളിൽ ഇറങ്ങി അങ്ങനെ ഇതെത്തുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, അത് ഭക്ഷണം കഴിക്കുന്ന അതിൻ്റെ വെപ്രാളം കണ്ടോ, വിശന്ന് കിടക്കുമായിരുന്നു പാവം. ഒരു ജീവനല്ലേ. പക്ഷെ നമ്മൾ അവരെ ഒന്നും ഉപദ്രവിക്കാതിരുന്നാൽ മതി, അവർ തിരിച്ച് നമ്മളെ ഒന്നും ചെയ്യത്തില്ല. നമ്മളെ ഒന്നും ചെയ്യത്തുമില്ല. നമ്മൾ ഉപദ്രവിക്കാൻ പോകരുത്. എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തേക്കോ, അവർ കഴിച്ചിട്ട് പൊക്കോളും. കാരണം അതും ഒരു ജീവിയാണ്. നമുക്കറിയാം ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പ്രയാസം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം. ഇതിപ്പം കാക്ക അതിനെ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കത്തില്ല. അത്ര മാത്രം ഇട്ട് അങ്ങ് കൊത്തുകയോ ഓടിക്കുകയും ചെയ്യുമോ. അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ അലഞ്ഞിരിക്കുന്ന പട്ടികളും ഇതേ കണ്ടില്ലേ, ഒരു പട്ടി കാക്കയുടെ ഇത് കണ്ടപ്പോഴത്തേന് അതിനുണ്ടായ ഭയം കണ്ടോ. കഷ്ടമല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇവരെപ്പോൾ വേണേലും എത്താം. അതിനെ ഉപദ്രവിക്കാൻ നിൽക്കരുത്. അത് വന്യജീവിയാണ്, അത് നിഷ്കളങ്കമായ ജീവിയാണ്. അതിനെ ഇണക്കിയെടുക്കാനുള്ള ഒന്നും നമ്മൾ ശ്രമിക്കരുത്. അതിനൊരു നേരത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഭക്ഷണം കഴിച്ചിട്ട് അത് പൊക്കോളും. നിങ്ങളെല്ലാവരും മയിലുകൾ ഇപ്പോൾ ഇഷ്ടംപോലെ നാട്ടിൻപുറങ്ങളിൽ മയിലുകൾ എത്തുന്നുണ്ട്. കാട്ടിലെ ചൂട് മൂലമോ ഭക്ഷണം കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിനെ അടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പോകരുത്. അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരെങ്ങോട്ടാണെന്ന് വെച്ചാൽ അവർ പൊക്കോളും. എങ്ങനെ വന്നെന്തോ ഇവിടെ, ഇതെങ്ങനെ എത്തിയെന്ന് ഒരു പിടുത്തവും ഇല്ല. പക്ഷേങ്കിൽ മനുഷ്യനെ കണ്ടിട്ട് ഭയമൊന്നുമില്ല. എൻ്റെ മുഖം കണ്ടോ, ഭയമൊന്നുമില്ല. പക്ഷേ നമ്മളോട് ദേഷ്യപ്പെടുകയോ നമ്മളെ ചീറ്റുകയോ കടിക്കാൻ എടുക്കുകയോ ഒന്നും വരില്ല. ഞങ്ങളുടെ അലക്കല്ലിൻ്റെ മേളിൽ കയറിയിരിക്കുവായിരുന്നു. ഞങ്ങളുടെ അലക്കല്ലിൻ്റെ മേളിൽ തണ്ണിമത്ത കഴിക്കുന്നുണ്ടില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇതുപോലുള്ള വീഡിയോസ് നമ്മളിടാം. ഞങ്ങളുടെ മുറ്റത്താണ് അവൻ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലെ വന്യജീവികളെ സ്നേഹിക്കണം, അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ഇതുപോലെയുള്ള മറ്റെന്തെങ്കിലും അപകടകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെയുള്ള ജീവികളുണ്ടെങ്കിൽ നമ്മളത് ഫോറസ്റ്റ് അറിയിക്കുക. അവർ വന്ന് അതിനെ കൂട്ടിക്കൊണ്ട് പൊക്കോളും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു നിഷ്കളങ്കമായ ഒരു ജീവിയാണ്. അതേ കണ്ടില്ലേ, അതെത്ര ആർത്തിയോടുകൂടി ആ ഭക്ഷണം കഴിക്കുന്നതെന്ന് നോക്കിക്കേ. ആ ഭക്ഷണം കഴിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകാൻ വേണ്ടി നോക്കുകയാണ്. നമ്മളെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. അത് കണ്ടില്ലേ, അത് മറ്റ് ജീവികളെ അതിനെ ഉപദ്രവിക്കാണ്ട് വരുന്ന കാക്കയും പട്ടികളെയൊക്കെയാണ് അത് ശ്രദ്ധിക്കുന്നത്. അത് പോവാം, അതിനാ ഭക്ഷണം പൂർത്തീകരിച്ചിട്ട് പോകാൻ പോലും അതിന് പറ്റിയില്ല. അത് രക്ഷപ്പെട്ട് പോകാനുള്ള വഴി നോക്കും. അതേ കണ്ടില്ലേ, ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള സുഹൃത്തിൻ്റെ വീടിൻ്റെ ഭാഗത്തോട്ട് അത് പോകുന്നു. പോകുന്നു. നമ്മളെ ആരെയും അത് ഉപദ്രവിക്കാനോ ഒന്നും വന്നില്ല. നമ്മൾ അതിനെയും ഉപദ്രവിക്കാൻ പോയില്ല, അതിനെ ശല്യം ചെയ്യാനോ എറിയാനോ ഒന്നും പോയില്ല. നമ്മളെ കണ്ടു, അത് ഭക്ഷണം കഴിച്ചു, സന്തോഷമായിട്ട് അത് പോവാണ്. കാക്ക കൂടുന്നുണ്ട് അങ്ങേ സൈഡിൽ. കാക്ക ഒത്തിരി കൂടിയിട്ടുണ്ട്. കാക്കയുടെ ശബ്ദം ഭയങ്കര ശല്യമാണ്. ഇവിടെ ഭയങ്കര കാക്ക ശല്യമാണ്. അത് പോവാണേ. കഷ്ടം. അത് പോയിട്ട് ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കിട്ടും. ഇപ്പം ചക്കയും മാങ്ങയൊക്കെ ഉണ്ടായി വരുന്ന സമയമല്ല.